റിയൽമിയുടെ ഐ സീരീസ് എന്ന് പറഞ്ഞ ഫോണുകൾ റിയൽമി നമ്പർ സീരീസിന്റെ ഒരു ലൈറ്റ് വേർഷൻ ആയിട്ടാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത്. റിയൽമി 3 ഇറങ്ങി കഴിഞ്ഞിട്ട് റിയൽമി 3i ഇറങ്ങി, റിയൽമി 5 ഇറങ്ങി കഴിഞ്ഞിട്ട് റിയൽമി 5i ഇറങ്ങി. അപ്പോൾ അതുപോലെയാണ് റിയൽമി 6 ഇറങ്ങി കഴിഞ്ഞിട്ട് ഇപ്പോൾ റിയൽമി 6i ഇറങ്ങിയത്. റിയൽമി 6i ഇന്ത്യയിൽ ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ റിയൽമി 6iനെ കുറിച്ച് അറിയേണ്ട എല്ലാമാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റിയൽമി 6iനെ പറ്റി ആദ്യമായിട്ട് സംസാരിച്ചത് നമ്മൾ തന്നെയാണ്. നമ്മളായിരുന്നു ഈ എക്സ്ക്ലൂസീവായിട്ട് റിയൽമി 6iയുടെ വീഡിയോ മലയാളത്തിൽ ചെയ്തത്. മലയാളത്തിൽ മാത്രമല്ല, ഇംഗ്ലീഷിലായാലും ഹിന്ദിയിലായാലും ആദ്യമായിട്ട് റിയൽമി 6iനെ കുറിച്ച് സംസാരിച്ചത് നമ്മൾ തന്നെയാണ്. അതുമാത്രമല്ല, ഈ ഫോണിനെ പറ്റി നമ്മൾ നമ്മുടെ ബ്ലോഗിൽ പബ്ലിഷ് ചെയ്ത ന്യൂസ് GSM അറിയിലും വന്നു, NDTV ഗാഡ്സിലും വന്നു, അങ്ങനെ ഒട്ടേറെ വെബ്സൈറ്റുകളിലൊക്കെ വന്നതായിരുന്നു. അപ്പോൾ റിയൽമി 6i എന്ന് പറഞ്ഞ ഫോൺ എങ്ങനെയുണ്ട്? ഈ ഫോൺ വാല്യൂ ഫോർ മണിയാണോ? ഈ ഫോൺ വാങ്ങണോ അതോ വേണ്ടിയോ? ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ഓൺ ഫോൺസിന്റെ അടുത്ത വീഡിയോ സാധനം നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കണമെന്ന് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ഒക്കെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് റിയൽമി 6iയുടെ ഡിസൈനും ബിൽഡ് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞു റിയൽമിയുടെ ഐ സീരീസ് എന്ന് പറഞ്ഞ റിയൽമി നമ്പർ സീരീസിന്റെ ഒരു ലൈറ്റ് വേർഷൻ ആണ്. റിയൽമി 5 ഇറങ്ങിയപ്പോൾ അതിൽ ചെറിയ ചില മാറ്റങ്ങളോടെ കൂടെ മാത്രമാണ് റിയൽമി 5i ഇറക്കിയത്. അതുപോലെ തന്നെയാണ് റിയൽമി 6i. റിയൽമി 6ൽ ചെറിയ ചില മാറ്റങ്ങളോട് കൂടെ മാത്രമാണ് റിയൽമി 6i ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇത്തവണ നമുക്ക് ഡിസൈനിൽ ഒരു മാറ്റം കിട്ടുന്നില്ല. നമ്മുടെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ റിയൽമി 6ൽ കണ്ട അതേ ഡിസൈനാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. റിയൽമി 6ൽ കണ്ട പോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് ബിൽഡാണ് ഈ ഫോണിന്റെ ബാക്കിൽ ലഭിക്കുന്നത്. ഒരു ക്വാഡ് ക്യാമറ ആറായി നമുക്ക് ഈ ഫോണിന്റെ ബാക്കിൽ ലഭിക്കുന്നുണ്ട്. ഫിംഗർ പ്രിന്റ് സ്കാനർ നമുക്ക് സൈഡിലാണ് ലഭിക്കുന്നത്. പാറ്റേൺ എന്ന് പറഞ്ഞത് റിയൽമി 6ൽ കണ്ട അതേ പാറ്റേൺ തന്നെയാണ്. ഈ ഫോണിൽ ഉപയോഗിച്ചിരുന്ന ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 6.5 ഇഞ്ചിന്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ്. ഇത് 90 ഹെർട്സിന്റെ ഒരു LCD ഡിസ്പ്ലേ ആണ്. ഇതൊരു പഞ്ച് ഹോൾ നോച്ച് ഉള്ള ഒരു ഡിസ്പ്ലേ. ഇനി നമുക്ക് ഈ ഫോണിന്റെ സ്പെക്സിലോട്ട് ഇറങ്ങാം. ഈ ഫോൺ പവർ ചെയ്തിരിക്കുന്നത് MediaTekന്റെ Helio G90T എന്ന് പറഞ്ഞ പ്രോസസർ തന്നെയാണ്. നമ്മൾ റിയൽമി 6ൽ കണ്ട അതേ പ്രോസസർ, റെഡ്മി നോട്ട് 8 പ്രോയിൽ കണ്ട അതേ പ്രോസസർ. ഈ ഫോൺ 2 വേരിയൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബേസ് വേരിയന്റ് ആയിട്ട് 4GB RAM 64GB ഇന്റർണൽ സ്റ്റോറേജ് ഉള്ള വേരിയന്റും, അടുത്ത വേരിയന്റ് ആയിട്ട് 6GB RAM 64GB ഇന്റർണൽ സ്റ്റോറേജ് ഉള്ള ഹയർ എൻഡ് വേരിയന്റും. ഇനി നമുക്ക് ഈ ഫോണിന്റെ ക്യാമറയിലോട്ട് എടുക്കാം. ഒരു 48 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇത് സാംസങ് ISOCELL GW1 എന്ന് പറഞ്ഞ സെൻസറാണ്, അല്ലാതെ സോണിയുടെ സെൻസർ അല്ല. സെക്കൻഡറി ക്യാമറയായിട്ട് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത് 8 മെഗാ പിക്സലിന്റെ അൾട്രാവൈഡ് ലെൻസ് ആണ്. പിന്നെ ഉള്ളത് ഒരു 2 മെഗാ പിക്സലിന്റെ മാക്രോയും 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസറുമാണ്. ഫ്രണ്ടിലോട്ട് വന്നാൽ ഒരു 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയുണ്ട്. ക്യാമറയുടെ കാര്യത്തിലാണ് റിയൽമി 6ഉം റിയൽമി 6iയും തമ്മിലുള്ള മെയിൻ വ്യത്യാസം വരുന്നത്. റിയൽമി 6ൽ നമുക്ക് ലഭിച്ചിരുന്നത് സാംസങ് ISOCELL GW1 എന്ന് പറഞ്ഞ സെൻസറാണ്. അത് മാറ്റിയിട്ടാണ് ഇത്തവണ സാംസങ്ങിന്റെ തന്നെ 48 മെഗാ പിക്സൽ സെൻസർ യൂസ് ചെയ്തിരിക്കുന്നത്. റിയൽമി 5Sലൊക്കെ യൂസ് ചെയ്യുന്ന അതേ സെൻസറാണ്. ഈ ഫോണിൽ പക്ഷേ റിയൽമിയുടെ എല്ലാ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ക്യാമറ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് ആണ് ഉദ്ദേശിച്ചത്. അതായത് ക്രോമ ബൂസ്റ്റ് ലഭിക്കുന്നുണ്ട്, പ്രോ ക്യാമറ മോഡ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യം നോക്കാം. ഈ ഫോൺ നമുക്ക് ലഭിക്കുന്ന ഒരു 4300 mAh ബാറ്ററിയാണ്. ഈ ഫോണിന്റെ കൂടെ നമുക്ക് 20 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറെ നമുക്ക് ലഭിക്കുന്നുള്ളൂ. പക്ഷേ ഫോൺ 30 വാട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതായത് റിയൽമി 6ന്റെ കൂടെ കിട്ടിയ ആ ചാർജർ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാനും പറ്റും. മിസലേനിയസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫോണിൽ ഒരു ട്രിപ്പിൾ മെമ്മറി കാർഡ് സ്ലോട്ടാണ് ലഭിക്കുന്നത്. അതായത് 2 സിമ്മും ഒരു മെമ്മറി കാർഡ് നമുക്ക് ഈ ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. വേറെ അധികം എടുത്ത് പറയാനൊന്നുമില്ല. സാധാരണ എല്ലാ റിയൽമി ഫോണുകളിലും ഉള്ള പോലത്തെ ഫീച്ചേഴ്സ് തന്നെ ഈ ഫോൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് പ്രൈസിങ്ങിലോട്ട് കിടക്കാം. റിയൽമി 6iയുടെ ബേസ് വേരിയന്റ് 4GB RAM 64GB ഇന്റർണൽ സ്റ്റോറേജ് ഉള്ള വേരിയന്റ് വില എന്ന് പറഞ്ഞാൽ 12,999 രൂപയാണ്. അടുത്ത വേരിയന്റ് 6GB RAM 64GB ഇന്റർണൽ സ്റ്റോറേജ് ഉള്ള വേരിയന്റ് വില 14,999 രൂപയാണ്. നല്ലൊരു കിടിലം പ്രൈസിങ് തന്നെയാണ് റിയൽമി ഈ ഫോണിന് കൊടുത്തിരുന്നത്. റിയൽമി 6 ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന പ്രൈസ് തന്നെയാണ് ഈ ഫോണിന് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്നതൊരു വേറൊരു കാര്യം. എന്നിരുന്നാലും ഇപ്പോൾ റിയൽമി 6ന്റെ വില 15,000 എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നല്ല കിടിലം പ്രൈസിങ് തന്നെയാണ് നമുക്കിപ്പോൾ റിയൽമി ഈ ഫോണിലൂടെ തന്നിരിക്കുന്നത്. കൺക്ലൂഷനിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഈ ഫോണിന്റെ കോമ്പറ്റീഷൻ ഏതൊക്കെ ഫോണുകളായിട്ടാണ് എന്ന് നോക്കാം. പോക്കോ M2 Pro, റെഡ്മി നോട്ട് 9 Pro, റിയൽമി 6, വിവോ U20, വിവോ Z1 Pro, റിയൽമി 5 Pro. ഇതൊന്നും പോരാതെ 12,000 രൂപയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ള റെഡ്മി നോട്ട് 9 ഉണ്ട്, റിയൽമി നാർസോ 10 ഉണ്ട്. ഇതിൽ റെഡ്മി നോട്ട് 9 പ്രോയും പോക്കോ M2 പ്രോയും ഒന്നിച്ച് കമ്പയർ ചെയ്യാം. അപ്പോൾ റെഡ്മി നോട്ട് 9 പ്രോയും പോക്കോ M2 പ്രോയും വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പോക്കോ M2 പ്രോ അല്ലെങ്കിൽ റെഡ്മി നോട്ട് 9 പ്രോയിൽ ലഭിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 720G ആണ്. MediaTek G90Tനെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൺ 720G തന്നെയാണ്. ബെറ്റർ ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എഫിഷ്യൻറ്റ്, കുറച്ചുകൂടെ തെർമലി സ്റ്റേബിൾ ആയിട്ടുള്ള ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൺ 720G ആണ്. അതുകൊണ്ട് ആ ഒരു ചിപ്സെറ്റിന്റെ കാര്യത്തിൽ നമുക്ക് പോക്കോ M2 പ്രോ അല്ലെങ്കിൽ റെഡ്മി നോട്ട് 9 പ്രോ തന്നെ ആയിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുക. പക്ഷേ നമുക്ക് റിയൽമി 6 നമ്മൾ റിയൽമി 6ൽ കണ്ട പോലെ തന്നെ ഒരു 90 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. ക്യാമറ സെറ്റപ്പ് പക്ഷേ ഈ 3 ഫോണുകളിലും ഏകദേശം ഒരേപോലത്തെ ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. 48 മെഗാ പിക്സലിന്റെ ക്യാമറകൾ തന്നെയാണ് ഈ 3 ഫോണുകളിലും യൂസ് ചെയ്യുന്നത്. പക്ഷേ പോക്കോ M2 പ്രോ അല്ലെങ്കിൽ റെഡ്മി നോട്ട് 9 പ്രോയിൽ നമുക്ക് സാംസങ് GM2 എന്നുള്ള സെൻസറാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടെ ബെറ്റർ ആണ് തിയററ്റിക്കലി. എന്നിരുന്നാലും ഒരു അത്ര വലിയൊരു അന്തരമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല.
ഇനി ബാറ്ററിയുടെ കാര്യം എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പോക്കോ M2 Proയിലും റെഡ്മി നോട്ട് 9 Proയിലും കുറച്ചുകൂടെ മച്ച് ബെറ്റർ ബാറ്ററി കിട്ടുന്നുണ്ട്. പോരാത്തതിന് പോക്കോ M2 Proയിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഫാസ്റ്റർ ആയിട്ടുള്ള ചാർജിങ് ലഭിക്കുന്നുണ്ട്. നമുക്ക് റിയൽമി 6i 20 വാട്ടിന്റെ ചാർജിങ് ആണ് ലഭിക്കുന്നത്. പക്ഷേ ഈ 3 ഫോണുകളും വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് റിയൽമി 6i കിട്ടുന്നത് 1000 രൂപയ്ക്ക് കുറഞ്ഞിട്ടാണ്, അതായത് 13,000 രൂപയ്ക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ ഒരു സ്ട്രിക്റ്റ് 13,000 രൂപയുടെ ബഡ്ജറ്റാണ് നിങ്ങൾക്കെങ്കിൽ വേറൊന്നും നോക്കാനില്ല, റിയൽമി 6i തന്നെ ആയിരിക്കും നല്ലൊരു ചോയ്സ്. അതല്ല 14,000 രൂപയാണ് കുറച്ചുകൂടെ നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ പോക്കോ M2 Pro ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ചോയ്സ് എന്ന് ഞാൻ പറയും. ഇനി റിയൽമി 6യും റിയൽമി 6ഉം രണ്ടും ഏകദേശം ഒരേപോലത്തെ ഫോൺ തന്നെയാണ്. ആപ്പാടെയുള്ള വ്യത്യാസം ആ ഒരു ക്യാമറയുടെ കാര്യത്തിലും ചാർജിങ്ങിന്റെ കാര്യത്തിലും മാത്രമാണ്. ക്യാമറയുടെ കാര്യത്തിൽ ബെറ്റർ റിയൽമി 6 തന്നെയാണ്, അതിൽ ചോദ്യമൊന്നുമില്ല. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ ഒരു ഡൗൺ ഗ്രേഡ് വരുത്തിയിട്ടാണ് റിയൽമി 6 ഇങ്ങനെ ഒരു വില കുറച്ചതും. ക്യാമറയുടെ കാര്യത്തിൽ മാത്രമല്ല, ഒരു ബാറ്ററിയുടെ കാര്യത്തിലും. അപ്പോൾ ക്യാമറ അല്ല നിങ്ങളുടെ പ്രയോറിറ്റി, പകരം ഒരു ഗെയിമിങ്ങിനാണ് നിങ്ങളൊരു ഫോൺ നോക്കുന്നതെങ്കിൽ റിയൽമി 6 തന്നെയായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. കാരണം നമുക്ക് 2,000 രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത്. പോരാത്തിന് റിയൽമി 6ന്റെ ആ ഒരു വിലയ്ക്ക് നമുക്ക് റിയൽമി 6യുടെ 6GB 64GB എടുക്കുകയും ചെയ്യും. ഇനി വിവോ U20 നോക്കുകയാണെങ്കിൽ നമുക്ക് വിവോ U10-നെക്കാട്ടിലും എന്തുകൊണ്ട് മികച്ച ചിപ്സെറ്റ് നമുക്ക് ഈ റിയൽമി 6iലാണ് ലഭിക്കുന്നത്. ബാറ്ററിയുടെ കാര്യത്തിൽ മാത്രമാണ് വിവോ U20 കുറച്ചുകൂടെ മുന്നിട്ട് നിൽക്കുന്നത്. വിവോ Z1 Pro എടുത്താലും അങ്ങനെ തന്നെയാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ മാത്രമാണ് വിവോ Z1 Pro കുറച്ചുകൂടെ മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ ഫാസ്റ്റ് ചാർജിങ് നമുക്ക് റിയൽമി 6iലാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ വിവോ U20 അല്ലെങ്കിൽ വിവോ Z1 Pro എന്ന 2 ഫോണുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് റിയൽമി 6i തന്നെയായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ചോയ്സ്. ഇനി റെഡ്മി നോട്ട് 9 Narzo 10 ഒരു 12,000 രൂപയാണ് സ്ട്രിക്റ്റ് ബഡ്ജറ്റ് എങ്കിൽ റെഡ്മി നോട്ട് 9 തന്നെ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ചോയ്സ്. പക്ഷെ ഒരു 1000 രൂപ കൂടെ എക്സ്ട്രാ നമുക്ക് മുടക്കാമെങ്കിൽ കുറച്ചുകൂടെ മച്ച് ബെറ്റർ ചോയ്സ് റിയൽമി 6i തന്നെയായിരിക്കും. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് റിയൽമി 6i തന്നെയായിരിക്കും ഈ 3 ഫോണുകളും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ. എസെൻഷ്യലി റിയൽമി 6i വന്നുകൊണ്ട് പണി കിട്ടിയത് ശരിക്കും Narzo 10 തന്നെയാണ്. 1000 രൂപ വ്യത്യാസമുള്ളൂ, പക്ഷെ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ കൂടുതൽ കിട്ടുന്നുണ്ട് എന്നുകൂടെ നോക്കണം. അപ്പോൾ കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ നമ്മൾ ഇത്രയും കമ്പാരിസൺ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഒരു 15,000 രൂപയ്ക്ക് താഴെ ഒരു നല്ലൊരു ചോയ്സ് തന്നെയാണ് റിയൽമി 6i. 15,000 രൂപയ്ക്ക് താഴെ ഏറ്റവും മികച്ച ക്യാമറ ഫോൺ ഇതല്ല. ഒരു ക്യാമറയ്ക്ക് വേണ്ടി ആയിരിക്കില്ല നിങ്ങൾ എന്തായാലും ഈ ഫോൺ എടുക്കാൻ പോകുന്നത്. ഈ ഫോൺ എടുക്കാൻ പോകാനുള്ള കാരണം നമ്മുടെ പെർഫോമൻസ് തന്നെയാണ്. MediaTek Helio G90Tയുടെ പെർഫോമൻസ് തന്നെയായിരിക്കും ഇതിന് എടുക്കാനുള്ള കാരണം. അതുപോലാതെ 90 Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ. അപ്പോൾ ഈ ഫോൺ എങ്ങനെയുണ്ട്? ഒരു 13,000 രൂപയുടെ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഫോൺ റിയൽമി 6i-ന്. ഒരു 14,000 രൂപയുടെ ബഡ്ജറ്റിലോട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി പോക്കോ M2 Proയും റെഡ്മി നോട്ട് 9 Pro. പോക്കോ M2 Pro മാത്രം നോക്കിയാൽ മതി, റെഡ്മി നോട്ട് 9 Pro നോക്കണ്ട. അപ്പോൾ ഈ ഫോൺ വാല്യൂ ഫോർ മണിയാണ്. തികച്ചും 15,000 രൂപയ്ക്ക് താഴെ ഏറ്റവും വാല്യൂ ഫോർ മണി ഓപ്ഷനിൽ ഒരെണ്ണം തന്നെയാണ് റിയൽമി 6i. അപ്പോൾ ഈ ഫോൺ എടുക്കണോ വേണ്ടേ? 15,000 രൂപയ്ക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഫോണിൽ ഒരെണ്ണം തന്നെയാണ് റിയൽമി 6i എന്ന് പറഞ്ഞു. ഒരു ഗെയിമറാണ് നിങ്ങൾ, ഗെയിമിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഫോൺ മെയിൻലി എടുക്കാൻ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ചോയ്സ് തന്നെയാണ് റിയൽമി 6i. ക്യാമറയ്ക്ക് വേണ്ടി എടുക്കണം എന്നില്ല, ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ നോക്കാവുന്നേ ഉള്ളൂ. റിയൽമി 6 തന്നെയായിരിക്കും 15,000 രൂപയ്ക്ക് താഴെ കുറച്ചുകൂടെ ക്യാമറയ്ക്ക് വേണ്ടിയുള്ള ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റിയൽമി 6iയുടെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.